അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വളരെ ചെറിയ പ്രായം തൊട്ട് കുട്ടികളുടെ അടുത്തിരുന്ന് പുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു കൊടുക്കുന്ന ശീലമുള്ള രക്ഷിതാവാണ് നിങ്ങൾ എങ്കിൽ അവർ മിടുമിടുക്കരായി വളരും. കുട്ടികൾക്ക് കഥകൾ ഉറക്കെ വായിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും അവരുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്നതായാണ് പഠനങ്ങൾ പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തിയും ഗ്രഹണശേഷിയും പഠിക്കാനുള്ള കഴിവുമെല്ലാം കൂട്ടുന്നതിനു പുറമെ രക്ഷിതാക്കളുമായി വൈകാരിക ഇഴയടപ്പം ശക്തമാക്കുന്നതിനും അത് ഉപകരിക്കുമെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പഠന വൈകല്യങ്ങൾ പ്രകടമാക്കുന്ന പല കുട്ടികളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ അടുത്തിരുന്ന് കഥകളും കവിതകളുമെല്ലാം വായിച്ച് കേൾപ്പിക്കുന്ന ശീലം പിന്തുടർന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അത്തരം ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധയില്ലാത്തവരായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിത ക്രമങ്ങളാവും മാതാപിതാക്കളെ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എന്നാൽ ഏതു തിരക്കുകൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും കുഞ്ഞിനോടൊപ്പം 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇരുന്ന് അവർക്ക് പുസ്തകങ്ങൾ വായിച്ചു നൽകുന്നതിന് സമയം കണ്ടെത്തിയാൽ പ്രവചനാതീതമായ മാറ്റങ്ങളായിരിക്കും അവർക്ക് സംഭവിക്കുക. UK നടത്തിയ പഠനത്തിൽ 10ൽ 6 മാതാപിതാക്കളും പറഞ്ഞത് ഇത്തരത്തിൽ വായിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനത്തിനും അവരുടെ വായനാശീലങ്ങൾ വികസിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ്. എന്നാൽ ഇതിന് സമയം ചെലവഴിക്കുക എന്നത് പലരെ സംബന്ധിച്ചും ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും അഭിപ്രായമുയർന്നു. കുട്ടികൾ വളർന്നു വരുന്ന കാലങ്ങളിൽ നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന ഇത്തരം ലളിതമായ കാര്യങ്ങളിലൂടെയാണ് അവരുടെ ഭാവി രൂപപ്പെട്ടു വരുന്നത്. സ്കൂൾ പഠനത്തിൻ്റെ പല തലങ്ങളിലുള്ള വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് അവർക്ക് നിങ്ങൾ നൽകുന്ന ഈ വായനാ പാഠങ്ങൾ ഗുണം ചെയ്യും. വായിച്ചു നൽകുമ്പോൾ എല്ലാം അവർക്ക് ഉണ്ടോ എന്ന ചിന്ത വേണമെന്നില്ല കേട്ടോ. വായിച്ച് കൊടുത്താൽ മാത്രം മതി. അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും 1 മണിക്കൂർ നേരം നമ്മളെ കൊച്ചുമക്കളോടൊപ്പം സമയം ചെലവഴിക്കുക. അവർക്ക് നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല നല്ല പാട്ടുകൾ പാടി അവരെ ഉല്ലാസഭരിതമാക്കുക.